നമുക്ക് ആലുവയിലേക്കൊന്ന് വരാം. ആലുവയിൽ 12 വയസ്സുകാരിയെ കാണാതായതിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തും. പെൺകുട്ടിയും യുവാവും തമ്മിൽ 2 വർഷത്തെ അടുപ്പമുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്തതിനാലാണ് പ്രധാന വകുപ്പുകൾ ചുമത്തുക. യുവാവിനെ കോടതിയിൽ ഹാജരാക്കുകയും പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്യും. ഇന്നലെ വൈകിട്ട് കാണാതായ പെൺകുട്ടിയെ രാത്രിയിലാണ് അങ്കമാലിയിൽ നിന്ന് കണ്ടെത്തിയത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും രക്ഷിതാക്കൾ നിസ്സഹായരായി പോകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേസ് ശക്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതര വകുപ്പുകൾ ചുമത്തും. പോക്സോ അടക്കം ചുമത്താനുള്ള സാധ്യതയുണ്ടോ കേസിൽ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ എടയപ്പുറത്താണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്നാണ് ഏകദേശം 4:30യോടുകൂടി 12 വയസ്സുകാരിയായ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് എടയപ്പുറം ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. ഇവിടെ ഒരു CCTV ക്യാമറ കാണാം. ഈ ക്യാമറയിലാണ് ഈ കുട്ടി ഈ പറയുന്ന ഈ മുർഷിദാബാദ് സ്വദേശിയോടൊപ്പം പോകുന്ന ദൃശ്യം ആദ്യം പതിഞ്ഞത്. ഈ ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് രാത്രിയോടുകൂടി തന്നെ മറ്റൊരു പ്രശ്നങ്ങളോ മറ്റ് അപകടങ്ങളോ ഒന്നുമില്ലാതെ കുട്ടിയെയും ഈ കൊണ്ടുപോയ ആളെയും അങ്കമാലി ഭാഗത്തു നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ഊർജിതമായ അന്വേഷണത്തിൽ തന്നെയാണ് ഈ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത്. സംഭവം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന എടയപ്പുറത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ മകളാണ് ഈ 12 വയസ്സുകാരി. ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നിട്ട് ഈ സ്ഥലത്തേക്ക് വന്നിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇവരുടെ ബന്ധുവാണ് എന്ന് പറയപ്പെടുന്ന മുർഷിദാബാദ് സ്വദേശിയായ മനേക്, ഈ മനേക്കാണ് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഇവിടേക്ക് വരുന്നത്. തനിക്ക് നാട്ടിലേക്ക് പോകണം, തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ഈ പെൺകുട്ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവാവ് വന്നതെന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഇതുവഴി പോകുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ കാണാതായി എന്ന പരാതി പെൺകുട്ടിയുടെ കുടുംബം നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നതും. ഇപ്പോൾ ഈ മനേക്കും അതുപോലെ തന്നെ ഇയാളുടെ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന ഒരാളുമാണ് ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇത് ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി ഇറങ്ങിപ്പോയതാണെങ്കിൽ പോലും 12 വയസ്സാണ് പ്രായം, മൈനറാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗുരുതര വകുപ്പുകൾ ഈ മനേക്കിനെതിരെ സ്വാഭാവികമായും ചുമത്തും. അതുപോലെ തന്നെ മറ്റ് നിലയിലുള്ള നടപടിക്രമങ്ങൾ, പോക്സോ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കും പോയേക്കും. ഇതിന് തൊട്ടടുത്താണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാസങ്ങൾക്ക് മുൻപാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവം. ആ കുട്ടി ഭാഗ്യത്തിനെന്ന് രക്ഷപ്പെട്ടു. ആ സംഭവം ഇതിന് തൊട്ടടുത്താണ്. എടയപ്പുറം നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് പിൻഭാഗത്തായിട്ടാണ് ആ സ്ഥലം വരുന്നത്. വലിയൊരു അരക്ഷിതാവസ്ഥ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് ഇന്നലെ ഈ കുട്ടിയെ കാണാതായത് തൊട്ടുണ്ട്. വലിയൊരു ഭീതി, ഭയപ്പാട് പോലീസിന്, സിസ്റ്റത്തിനും നാട്ടുകാർക്കും ഉൾപ്പെടെയുണ്ട്. കാരണം ഇതൊരു തുടർക്കഥയാവുകയാണ്. നമ്മൾ ആലുവയിലെ സംഭവം 5 വയസ്സുകാരി തൊട്ട് ഇങ്ങോട്ടേക്ക് വലിയൊരു ഭീതി ഇത്തരത്തിൽ കുട്ടികളെ കാണാതാകുമ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്നും കുട്ടികളെ തട്ടിയെടുത്തു കാണാതായി എന്ന് പറയുമ്പോൾ ഒരു ഭീതിയുണ്ട്. അത് ഈ സംഭവത്തിലും ഉണ്ടായിരുന്നു. എന്തായാലും ഇത് അത്തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലോ ഒരു ബലം പ്രയോഗിച്ചുള്ള കൊണ്ടുപോകലോ ആയിരുന്നില്ല. ഇവർ ഇഷ്ടത്തിലായിരുന്നു. 2 വർഷമായി ഈ 12 വയസ്സുകാരിയും മനേക്കും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ആ അടുപ്പത്തിന്റെ പുറത്താണ് മനേക്കിനെ ഈ പെൺകുട്ടി ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നതും തന്നെ തിരിച്ച് ബംഗാളിലേക്ക്, മുർഷിദാബാദിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇന്നലെ ഇവിടെ എത്തുന്നു, ഈ കുട്ടിയെ ഇവിടെ നിന്നും കൂട്ടുന്നു, ഈ ജംഗ്ഷനിൽ എത്തുന്നു. ഇവിടെ നിന്നാണ് അങ്കമാലി ഭാഗത്തേക്ക്, ഇതുവഴി അങ്കമാലി ഭാഗത്തേക്ക് ഇയാൾ പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിലയിലാണെങ്കിൽ കൂടി കുട്ടിയുടെ പ്രായമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. സ്വാഭാവികമായും ഇനി കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കുടുംബം കടക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മനേക്കിനെതിരെ ഗുരുതരമായ നടപടികൾ ഉണ്ടായേക്കും. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ മനേക്കും അതുപോലെ തന്നെ ഒരു സുഹൃത്തും, ഇവർ 3 പേരായിരുന്നു എന്നാണ് പറയുന്നത്. മനേക്കും 2 പേരൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ 2 പേർ, 3-ൽ 2 പേർ, മനേക്കും സുഹൃത്തുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മനേക്കിന് 18 വയസ്സാണ് പ്രായം, പെൺകുട്ടിക്ക് 12 വയസ്സാണ് പ്രായം. എന്തായാലും ഇയാൾക്കെതിരെ ഗുരുതര നടപടികളിലേക്ക് പോകുമെന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാളെ കോടതിയിലും ഹാജരാക്കും. അലി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. താങ്ക് യു അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.